ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോവാം. അപ്പൊ സേതു ഭയങ്കര സങ്കടത്തിലാണ്. സേതു ഏട്ടാ, വിഷമിക്കണ്ട, അമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ. ആ കുറെ തവണ പറഞ്ഞു കഴിയുമ്പോ മനസ്സിലെ സങ്കടമൊക്കെ മാറും, ആ ദേഷ്യമൊക്കെ കെട്ടടങ്ങിക്കോളും. ശ്രീഹരി നല്ലവനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവാനായിട്ട് അധിക സമയം ഒന്നും വേണ്ടി വരില്ല സേതു ഏട്ടാ. സമാധാനായിട്ടിരിക്കുക, എനിക്ക് ഉറപ്പുണ്ട്. ദേ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സേതുവിന് എന്തോ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ, വല്ലാണ്ട് വിഷമത്തിലാണ്. ശരിയാ, പല്ലവി പറഞ്ഞതൊക്കെ ശരി തന്നെയാ എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, എല്ലാം പഴയതുപോലെ തന്നെ ആവുമായിരിക്കും അല്ലേ പല്ലവി എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. ആവും, അതുവരെയും അമ്മ എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ കേൾക്കും, ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്നും മറുത്ത് പറയില്ല. മകനാണല്ലോ, ഒരു മകന്റെ കടമ അത് ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ ചോദിക്കാണ്. അതെ, അപ്പൊ പല്ലവിക്കും വിഷമമുണ്ട്. മണിയറ ഒരുക്കാൻ ചെന്നിട്ട് ആകെ അലങ്കോലമാക്കി നമ്മുടെ പൂർണിമ. അതെ, വേണ്ട, ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പൊ കണ്ടില്ലേ, അമ്മ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല സേതു ഏട്ടാ. പാവ ശ്രീഹരി, അവൻ എന്ത് തെറ്റാ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കാണ്. അവന് ഒരു ജീവിതം തുടങ്ങില്ലേ അവര് രണ്ടുപേരൂടെ ചേർന്ന്. അവനും ഉണ്ടായില്ലേ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ, അത് നടത്തി കൊടുക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത് സേതുവേട്ടാ. അപ്പൊ നമ്മൾ മാറ്റി നിർത്താൻ പാടുണ്ടോ? വലുതായിട്ടൊന്നും അല്ലെങ്കിലും ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഈ മണിയറ അതൊരുക്കിയേ പറ്റൂ എന്നിങ്ങനെ പറയാണ്. അല്ലെങ്കിൽ നമ്മൾ ശ്രീഹരിയോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിരിക്കും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേനും അതെയോ, അപ്പൊ കുറച്ചു നേരം സേതു ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട്, അങ്ങനെയാണെങ്കിൽ ഈ റൂം വേണ്ട, നമുക്കേ മുകളിലെ ഏതെങ്കിലും റൂം ഒന്ന് സെലക്ട് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. എന്താന്ന് വെച്ചാ മറ്റൊന്നുമല്ല, വലിയ റൂം ആയിക്കോട്ടെ എന്ന് കരുതിയാ ഇവിടെ തന്നെ ഒരുക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ സേതുവിന് സങ്കടം വരണുണ്ട് കേട്ടോ. അമ്മ കാണണ്ടേ, ഇനി മേളിലാ നല്ലത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, വേണ്ടത് മേളിൽ ഒരുക്കി കൊടുക്കാം എന്ന് തന്നെ ഇവരങ്ങ് തീരുമാനിച്ചു. അപ്പൊ ബെഡ്റൂം അവരുടെ മണിയറ ഒരുക്കി കൊടുത്ത് എല്ലാം സെറ്റാക്കി വച്ചിരിക്കുകയാണ്. അപ്പൊ പല്ലവിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, ഇനി അമ്മ എന്താ പ്രതികരിക്കുക എന്നോർത്തിട്ട്. നമ്മൾ കാണുന്നത് നമ്മുടെ ശ്രീഹരിയുടെ അടുത്തേക്ക് മണവാട്ടി പാലും ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ശ്രീഹരി വേഗം ചാടി എഴുന്നേറ്റു, പാലിങ്ങനെ നീട്ടിയപ്പോഴത്തേനും. എന്നിട്ട് ആള് വെപ്രാളം പിടിച്ച് നിൽക്കുക. അല്ല, അവരെല്ലാം നിർബന്ധിച്ചു, അതുകൊണ്ടാ ഈ മുറിയില്. അതിനെന്താ, ഇനിയിപ്പോ ശ്രീഹരി എവിടെയല്ലേ ഇരിക്കേണ്ടത്, ഇതല്ലേ ഇനി മുതൽ നമ്മുടെ റൂമ്. അല്ല അതെ, എന്നാലും പിന്നെ കിടക്കാല്ലേ, ഇത്ര പെട്ടെന്നോ എന്നിങ്ങനെ ചോദിച്ചോ. അപ്പോ ഈ പാലൊന്നും കുടിക്കുന്നില്ലേ? കുടിക്കണോ? പിന്നെ കുടിക്കണം. ശ്രീഹരി പകുതി കുടിക്കണം, ബാക്കി പകുതി ഈ ഞാൻ കുടിക്കും. സിനിമയൊന്നും കാണാറില്ലേ? ഞാൻ കുടിച്ചതിന്റെ ബാക്കി അച്ചു കുടിക്കാന്നൊക്കെ പറഞ്ഞാ അത് വേണോ? അത് വേണോന്നേ, നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പൊ പിന്നെ അത് അതിന്റെ ചിട്ടാവട്ടങ്ങൾക്ക് അനുസരിച്ച് തന്നെ അങ്ങ് പോട്ടെ, എന്നാ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം ശ്രീഹരി വാങ്ങി, എന്നിട്ട് മടക്കത് വേഗം പാല് കുടിക്കുകയാണ്. അപ്പൊ അച്ചു പറയാ, ആ മതി 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 മതി, നിർത്ത്, ബാക്കി എനിക്കുള്ളതാ എന്ന് പറഞ്ഞ് അച്ചു വാങ്ങിയിട്ട് 2 കവളൊക്കെ കുടിച്ചു കിട്ടോ. എന്നിട്ട് ആള് ആ പാലെടുത്ത് അപ്പുറത്തേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പൊ എന്നാ പിന്നെ ഞാൻ താഴെ കിടക്കാം. അതെന്താ എന്ന് ചോദിച്ചു. അല്ല, സാധാരണ ഇഷ്ടമില്ലാതെ നടന്ന കല്യാണമായിരുന്നില്ലേ, അങ്ങനെയുള്ള കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെയല്ലേ? എങ്ങനെ? ഭാര്യ കട്ടില് ഭർത്താവ് താഴെ, അല്ലെങ്കിൽ ഭർത്താവ് കട്ടില് ഭാര്യ താഴെ, അങ്ങനെയാണല്ലോ ശീലം. അപ്പൊ അച്ചു പൊട്ടിച്ചിരിക്കാണ് കേട്ടോ. എന്തിനാ ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, സീരിയല് കാണാറുണ്ടല്ലേ? അല്ല, കുറച്ചൊക്കെ മിത്രട്ടം കാണും, അപ്പൊ ഞാനും കൂടെ ഇരുന്ന് കാണും, അതുകൊണ്ടാ. അതിലൊക്കെ ഇങ്ങനെയാ, രണ്ടുപേരും രണ്ടിടത്താ കിടക്കുക, പിന്നെ വഴക്കാവും, അതുകൊണ്ടാ. നമുക്കിടയില് വഴക്കൊന്നും വേണ്ട കേട്ടോ അച്ചു. എന്റെ പൊന്നു ശ്രീഹരി, അത് സീരിയലാ, ഇത് ജീവിതവും, അത് രണ്ടും രണ്ടാ. ഇവിടെ ഇരിക്ക എന്ന് പറഞ്ഞു. അപ്പൊ കട്ടില് ശ്രീഹരിയെ പിടിച്ച് അവിടെ ഇരുത്തുകയാണ് കേട്ടോ. അവസാനം അവിടെ ഇരുന്നു. അപ്പൊ അച്ചു അടുത്ത് തന്നെ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ നോക്കാട്ടോ. ഈ കല്യാണം നടന്നതില് വിഷമമുണ്ടെന്നാണോ ഹരി വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല, എനിക്ക് ഹരിയെ ഇഷ്ടമാണ്, ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാനത് തുറന്നു പറഞ്ഞേനെ, അച്ഛൻ മുൻകൈ എടുത്ത് നടത്തി തന്നേനെ നമ്മുടെ കല്യാണം. എടുത്തു പറയാൻ എനിക്കൊന്നുമില്ല, ഓട്ടോക്കാരനാണ്, പിന്നെ അനാഥനാണ്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി, ബാക്കി ഒന്നും വിഷയമുള്ള കാര്യമല്ല ഹരി.
മുതലേ ഒരു സാധാരണക്കാരന്റെ ഭാര്യ ആവണമെന്നായിരുന്നു. ബിസിനസ്സുകാരനെ കിട്ടിയ എപ്പോഴും തിരക്ക്, അതെനിക്ക് ജീവിതത്തിലെ ഇഷ്ടമേ അല്ല. എന്റെ ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്റെ അടുത്ത് വേണം. അങ്ങനെ ഒരാളെയാ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഹരിയോട് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ആരുമില്ലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ കഴുത്തി കിടന്ന താലി ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട്, ഇത് കണ്ടോ ഈ കഴുത്തി കിടക്കുന്ന താലി? ഇത് എപ്പ എന്റെ കഴുത്തി കയറിയോ അപ്പം മുതൽ ഹരി അനാഥനല്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ എന്നും ഹരിയുടെ ഒപ്പം കൂടെ ഉണ്ടാവും. അപ്പൊ ഹരിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനുണ്ട്, സേതുവേട്ടനുണ്ട്. ഇനി അനാഥനാണെന്നങ്ങാനും എപ്പോഴെങ്കിലും പറഞ്ഞ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ? കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അച്ചു അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ചെന്നിട്ട് നേരെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, അവര് രണ്ടുപേരുടെ നേണ്ട അടിപൊളിയായിട്ട് നല്ല ശാന്തി മുഹൂർത്തമൊക്കെ ആഘോഷിച്ച് ആർമാദിക്കുകയാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ഒരു പത്രം വന്ന് വീഴുന്നതും കണ്ടു. അപ്പൊ ഋതുവും നമ്മുടെ സേതുവും പാഞ്ഞു വന്നു. എന്നിട്ട് രണ്ടു പേരുടെ ഈ പത്രത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, എനിക്ക് പത്രം വേണം എന്ന് പറഞ്ഞു. നീ സാധാരണ പത്രം വായിക്കാറില്ലല്ലോ, വിട എന്ന് പറഞ്ഞ സേതു. എന്റെ വീടാ, അതുകൊണ്ട് എനിക്ക് ഇന്ന് പത്രം വായിക്കണമെന്ന് തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഋതുവും പിടിക്കുകയാണ്. ഇവിടെ വരുന്ന പത്രം ഞാൻ ആദ്യം വായിക്കും, വാശിയാണോ എന്നാ കാണാം എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ആ പത്രം 4 പീസാക്കി കീറി കയ്യിലെടുത്തു. തൃപ്തിയായല്ലോ, ഇതാ കിടക്കുന്നു, നീ മുഴുവൻ വായിച്ചോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ പത്രമേ കീറിയുള്ളൂ, പക്ഷെ നിങ്ങൾ കീറിയത് ഒരു ജീവിതമാ. അച്ചുനെയാ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഋതിക. കീറി നശിപ്പിച്ചില്ലേ അവളുടെ ജീവിതം? എന്നിട്ട് വന്നിരിക്കുന്നു കൂലിപ്പണിക്കാരനായ ഒരുത്തന്റെ കൂടെ ജീവിതകാലം മുഴുവൻ അവളെ നരകിക്കണ്ടേ? ആര് കാരണം? നിങ്ങൾ കാരണം എന്ന് പറഞ്ഞു. അമ്മയോ, ഈ തീ തിന്ന് ജീവിക്കാം അമ്മ, കഷ്ടം തന്നെ. എത്ര പേരാ വിളിക്കുന്നറിയോ? ഒന്ന് കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എന്ത് ചെയ്യാനാന്ന് പറ. മാധവമേനോന്റെ മൂത്ത മകള് ഒരു ഓട്ടോറിക്ഷക്കാരനെ കെട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമാനമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അതങ്ങനെയല്ല. ഇനി എവിടെയൊക്കെ ഞങ്ങള് ഇതിന്റെ പേരില് തല കുനിക്കേണ്ടി വരുമെന്ന് ഈ ദൈവത്തിനെ അറിയോ? അയ്യോ, നീ ഭയങ്കര വിശുദ്ധയാണല്ലോ. എടി, അച്ചുവിനോട് സ്നേഹം ഉണ്ടായിട്ടാണോ അവളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം മുടക്കാൻ നീ നോക്കിയത്? പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ അവസ്ഥ എന്താ? ചിപ്തിയുടെ വക്കീലല്ലേ എടി, നീയല്ല ആ സ്ഥാപനം നോക്കി നടത്തേണ്ടിയിരുന്നത്. എന്നിട്ടോ കടം തിരിച്ചടയ്ക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ തൂർത്തടിച്ച് നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ? മാധവമേനോൻ തുടങ്ങി വെച്ച സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കെട്ടുന്നത് നാണക്കേടല്ലായിരിക്കും. പക്ഷെ ഞാൻ ചെയ്തത് വലിയ അപരാധമൊന്നുമല്ല. പക്ഷെ നീ ചെയ്തതോ താണ് തെറ്റ്, വലിയൊരു തെറ്റ്. മനസ്സിലായോ? മാപ്പില്ലാത്ത തെറ്റ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. പുറത്താക്കുക, അതാണ് എന്റെ ലക്ഷ്യം. അത് ലക്ഷ്യത്തിന്റെ അടുത്ത് വരെ ഞാൻ എത്തിയതാ. പക്ഷെ ഭാഗ്യക്കേടെന്ന് എന്ത് പറയാനാ, അവിടെയും നിങ്ങൾ ജയിച്ചു. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ നിന്നാലും ശ്രീഹരിയും അച്ചുവും തമ്മിൽ ഒരു ചേർച്ചയില്ലാന്ന് എല്ലാവർക്കും അറിയാം. കഷ്ടം തന്നെ. ഒരു ഓട്ടോറിക്ഷക്കാരന്റെ ഒപ്പം കഴിയേണ്ടി വന്ന ഗതികേട് എന്റെ ചേച്ചിക്ക് വരുത്തി വെച്ചത് നിങ്ങൾ ഒറ്റ ഒരുത്തനാ. അതിനെ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞ് ഋതു അപ്പുറത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ ദേണ്ട പല്ലവി അങ്ങോട്ടേക്ക് വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം സേതുവിനാകെ അപ്സെറ്റായി. ഒന്നാലോചിച്ചാ ഋതു പറയുന്നതും ശരി തന്നെയാ എന്ന് പറഞ്ഞു. എന്ത് ശരിയാന്ന്? അതെ, ഞാൻ ചെയ്തത് തെറ്റായി പോയി അല്ലേ പല്ലവി എന്ന് ചോദിച്ചു. ഒരിക്കലും അച്ചുവിനെ ശ്രീഹരിയെ കൊണ്ട് കെട്ടിക്കാൻ പാടില്ലായിരുന്നു. അത് ചെയ്തത് സേതുവേട്ടനല്ലല്ലോ, ഞാനല്ലേ. അതിന് എന്നാലും എന്റെ സമ്മതം ഉള്ളത് കൊണ്ടല്ലേ ഹരി എല്ലാം അനുസരിച്ചത്. അപ്പോ ഞാൻ തന്നെയല്ലേ പല്ലവി തെറ്റുകാരൻ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാ ഞാനീ പറയണത്. പാവം അച്ചു, ഇനി അവക്ക് ചേരുന്ന ബന്ധമേ അല്ല എന്നാ ഋതു ഇപ്പൊ പറഞ്ഞുകൊണ്ട് പോയത്. ഞാൻ ചിന്തിച്ചപ്പോ ശരിയാണോ പല്ലവി? അവക്ക് ചേരുന്ന ബന്ധമൊന്നും അല്ലേ? അതിനുത്തരം വാക്കുകളായിട്ടല്ല, നേരിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ ഒന്ന് വന്നേ. എങ്ങോട്ട് എന്ന് ചോദിച്ചു. ഋതു പറഞ്ഞതാണോ നമ്മൾ ചെയ്തത് ശരി എന്നിപ്പൊ പിടികിട്ടും. മനസ്സിലായില്ല? വാ സേതുവേട്ടാ, ഇങ്ങോട്ട് വന്നാ മാത്രം മതി, ഒരു കാഴ്ച കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ അതേണ്ട രാവിലെ എഴുന്നേറ്റ് ആള് നല്ല സുന്ദരി കുട്ടിയായി, എന്താ പറയാ, നല്ല നീല കളർ സാരിയൊക്കെ ഉടുത്ത് നല്ല അടിപൊളിയായിട്ട്
അച്ചു രാവിലെ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ അതേണ്ട സേതുവും പല്ലവിയും കൂടി അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് എന്താ രണ്ടാളും ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാണ്. അല്ല, നിന്നെ നിന്നെ ഈ മുന്നേ കണ്ടിട്ടില്ലേ സേതുവേട്ടാ? അല്ല മോളെ, നിന്നെ ഈ വേഷത്തിൽ കാണുന്നത് ആദ്യമായിട്ടല്ലേ? ഓ അതാണോ? ഞാനിപ്പോ പഴയ അച്ചു അല്ലല്ലോ സേതുവേട്ടാ, ഒരു മാരിയല്ലേ. എന്ന് വെച്ചാ ഒരു വീട്ടമ്മ. ആ അതുകൊണ്ടേ ആ വീട്ടമ്മയുടെ എല്ലാ ലക്ഷ്യങ്ങളും എൻ്റെ രീതികളിലും ഉണ്ടാവും. അത് ഡ്രസ്സിങ്ങിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ തന്നെയാ വേണ്ടത് എന്ന് പല്ലവി. നല്ലതായി മാറ്റാം. നിനക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല, എന്നാലും പറ്റുന്ന സമയത്ത് സാരി ഉടുക്കാമെന്ന് തന്നെയാ വിചാരിക്കുന്നത് എന്ന് അച്ചു പറയാ. ആ ചായ വേണോ രണ്ടാൾക്കും? ഞാൻ ഇട്ടതാ, അത്ര രുചിയൊന്നും ഉണ്ടാവില്ല. എന്നാ തന്നേരെ എന്ന് പറഞ്ഞു. അപ്പൊ ചായ എടുത്ത് സേതുവിനും പല്ലവിക്കും കൊടുത്തു. എങ്ങനെയുണ്ട്? മോശമായില്ലല്ലോ? ഓ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷം. എന്തോ ഭാഗ്യത്തിന് ശരിയായതാ, അത്രേ ഉള്ളൂ. ചേച്ചി അങ്ങോട്ട് വന്നു. ഞാൻ ഇങ്ങോട്ട് ഇട്ട് തരാന്ന് പറഞ്ഞതാ, പക്ഷെ സമ്മതിച്ചില്ല. പക്ഷെ ഹാരി ആദ്യം കുടിക്കുന്നത് എന്റെ കൈ ഉണ്ടാക്കിയതാന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കും. ബേബി ചേച്ചി കറി ഉണ്ടാക്കി കളയല്ലേ? ഇല്ല, എന്നാ ഇതേ കുടിച്ചോ എന്ന് പറഞ്ഞ ചായ കൊടുക്കുക. ഞാനിപ്പോ വരാവേ എന്ന് പറഞ്ഞ ചായയായിട്ട് ഹരിക്ക് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ആള് ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ അച്ചു. അപ്പം സേതു ഇങ്ങനെ നോക്കിയിട്ട് സേതുവിന് സന്തോഷമായി. എത്ര പെട്ടെന്ന് അവള് മാറിയത് അല്ലേ? ഇന്നലത്തെ ആളെ അല്ല ഇന്ന്. എങ്ങനെയാ മാറിയത്? അതെ, അതാ സ്ത്രീ എന്ന് പറയുന്നത്. അവൾക്ക് പെട്ടെന്ന് സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും, പുരുഷന്മാരെക്കാൾ വേഗത്തില്. അതിന് തെളിവാ ദേ ഈ അച്ചു. മനസ്സിലായോ സേതുവണ്ണ? അപ്പൊ അച്ചുവിട്ട ചായയൊക്കെ കുടിച്ച് ഇവര് 3 പേര് നിൽക്കാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പൊ സൂപ്പർ മാർക്കറ്റില് വിഷു ഉണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡില് നമ്മുടെ പാർവതി ഉണ്ട്. അപ്പൊ അപ്പൊ വിഷു ഇങ്ങനെ ചോക്ലേറ്റ് നോക്കി ചെന്ന ആ ഒരു ചോക്ലേറ്റ് പിടിച്ചപ്പോഴാണ് അപ്പൊ അതേ പാറും അതെ തന്നെ കയറി പിടിക്കുകയാണ്. ആഹാ, ഇത് അതിശയാണല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു എന്നിങ്ങനെ ചോദിച്ചു. ഞാനേ തന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. ദേ വന്ന് എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞോ. ഞാൻ ഇവിടെ നിന്നാണോ സാധാരണ വാങ്ങുന്നത്? അല്ല, ഇടയ്ക്ക് ഞാൻ കേറാറുണ്ട്. പിന്നെ സത്യത്തില് ഈ ചോക്ലേറ്റ് തനിക്ക് വേണ്ടി എടുത്തതാ, കാണുമ്പോ തരാൻ. കോയിൻസിഡൻസാ സത്യത്തില്. ഞാനും ഇത് വിശ്വജിത്തിന് വേണ്ടിയിട്ട് എടുക്കാൻ തുടങ്ങിയതാ എന്ന് പാറവും പറഞ്ഞു കേട്ടോ. അല്ല, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് തനിക്കെങ്ങനെ മനസ്സിലായി? അല്ല, എനിക്ക് ഈ ചോക്ലേറ്റ് ഇഷ്ടമെന്ന് വിശ്വജിത്തിന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ആ അതുപോലെ തന്നെ എനിക്കും മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരുടെ എന്താ പറയാ, റൊമാൻറ്റിക് ആയിട്ട് ആ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് രണ്ടുപേരുടെ വഴിക്കൂടെ നടന്നു പോവാട്ടോ. ആ എന്താണെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ സമ്മതിക്കണം കേട്ടോ. സത്യത്തില് അതെന്താ താൻ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അല്ല, നമ്മുടെ വീട്ടുകാർ തമ്മിൽ മൊത്തം പ്രശ്നമാ, എന്നിട്ടും താൻ എന്നോട് മിണ്ടുന്നുണ്ടല്ലോ, അതാ എന്റെ സന്തോഷം. എന്റെ വീടിനെ കുറിച്ചോ അവിടെ താമസിക്കുന്നവരെ കുറിച്ചോ അത്ര നല്ല അഭിപ്രായമൊന്നും എനിക്കില്ല തന്റെ വീടിനെ കുറിച്ച്. പക്ഷെ വിശ്വജിത്തൊന്നും അവരെ ഒന്നും പോലല്ല, അതാണ് എനിക്ക് മിണ്ടാൻ ഇഷ്ടം. ഒരല്പം വ്യത്യാസമുണ്ട് കേട്ടോ തനിക്ക്. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു. അപ്പം അല്ല, പോയില്ലേ പൊന്നുമടത്തിലെ കല്യാണത്തിന്? ഇല്ല, പോയില്ല. എന്തിനാ വെറുതെ? അവിടെ ചേച്ചി തന്നെ സേതു ഏട്ടന്റെ ആ ഒരു ഔദാര്യത്തിലാ കഴിയുന്നത്. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ പെൺകുട്ടികൾക്ക് ചേച്ചി അപമാനിക്കാനാണ് ഇഷ്ടം. അത് കണ്ടു നിൽക്കാനേ എന്നെ കൊണ്ട് കഴിയില്ല. കഷ്ടം, എന്റെ ചേട്ടൻ കാരണമാണല്ലോ തന്റെ ചേച്ചിക്ക് ഇങ്ങനൊരു ഗതികേട് വന്നത്. പാവം പല്ലവി ചേച്ചി, എന്ത് ചെയ്യാനാ, എങ്ങനെ കഴിയേണ്ടതായിരുന്നു എന്നിങ്ങനെ ചോദിക്കാം. സാരമില്ല, എന്ത് ചേച്ചി രക്ഷപ്പെടണമെങ്കിൽ തന്റെ ചേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം. സുപ്രീം കോടതി വരെ പോയിട്ട് ആണെങ്കിലും അപ്പീൽ കൊടുത്തിട്ട് എന്താണെങ്കിലും ആ ഡിവോഴ്സ് കിട്ടണം എന്നാണ് അഭിപ്രായം. അവർ രണ്ടുപേരും തമ്മിലുള്ള രണ്ടായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അത് തന്നെയാകണമെന്നാ എനിക്കും എന്ന് വിശ്വ ഇങ്ങനെ പറയാട്ടോ. അവരെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, പാവം. അപ്പൊ ഇവർ രണ്ടുപേരോട് ഇങ്ങനെ സംസാരിച്ച് നല്ല സന്തോഷത്തില് ചോക്ലേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ട് വരികയാണ്. അപ്പൊ പിന്നെ കാണുന്നത് നമ്മുടെ ഹരിണിയാണ്. ഹരി ആള് എഴുന്നേറ്റ് ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സേതു കയറി ചെല്ലുവാണ്. സേതു ഏട്ടാ സോറി, എഴുന്നേക്കാൻ ഇത്തിരി വൈകിപ്പോയി. അതിനിപ്പോ എന്താടാ എന്നിങ്ങനെ ചോദിച്ചു. അല്ല, പോവണ്ടേ? എപ്പോഴാ പോവുക? എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നീ പറയണത്? അല്ല, ഇന്നൊരു കല്യാണം ഉള്ളതല്ലേ, ആ കല്യാണത്തിന് പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചു. പരിപാടി ഇപ്പൊ തന്നെ റെഡി ആയിട്ട് വരാം. പക്ഷെ ആ കല്യാണത്തിന് പോണം,
പക്ഷേങ്കില് ആ കല്യാണത്തിന് പോകുമ്പോ നീ ഇല്ല എന്ന് പറഞ്ഞു. നീ എന്നോ എന്ന് ചോദിച്ചു പല്ലവി വന്നു. ഇനി നീ എന്നോ അല്ല, അളിയാന്ന് വിളിക്കണം. ഇവനെയോ? ഇവനെ ഇനി അളിയാന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ശീലങ്ങളൊന്നും മാറ്റാനും പറ്റില്ല. ഞാനും എന്ന് പറഞ്ഞു. അതെന്താ മനസ്സിലായില്ല? ഞാനും സേതുവേട്ടൻ തന്നെ വിളിക്കൂ എന്ന് ഹരിയും പറയാണ് കേട്ടോ. അല്ല, നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം കുറച്ചു ദിവസം നീ പണിക്കൊന്നും വരണ്ട, ഇവിടെ ഇരിക്ക് അച്ഛനൊപ്പം. അത് വേണോ സേതുവേട്ടാ? വേണം. ഇപ്പോഴേ അതാണ് അതിന്റെ ഒരു ശരി. ഇപ്പൊ നിന്റെ ഹണിമൂണാ എന്ന് ചോദിച്ച്, ജീവിതത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാ ഈ കല്യാണം എന്ന് പറയണതേ. അതാണ് ഇതിന്റെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു. ആ, ഹണിമൂൺ ഹണിമൂൺ അത് തന്നെ എന്ന് പറഞ്ഞു. ആ, ഞങ്ങൾ ആരും നിന്നെ ശല്യം ചെയ്യാൻ പാടില്ല. അതിന് സേതുവേട്ടൻ എങ്ങനെയാ ശല്യമാവുന്നത്? അതൊക്കെ ആവും. ഇപ്പൊ നീര കുറച്ചു ദിവസം അവിടെ ഒന്ന് കഴിയട്ടെ, പിന്നെ എന്നെ കാണുന്നത് പോലും നിനക്ക് ഇഷ്ടമല്ലാതാകും. അങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവില്ല സേതുവേട്ടാ. പിന്നെ നിനക്ക് നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. എന്റെ പൊന്നെ സേതുവേട്ടാ, നിങ്ങൾ എന്ത് വർത്തമാനായി പറയുന്നത്? ഓക്കെ ആവാതെ പിന്നെ ആ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ? സേതുവേട്ടന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ ശരീരം കണ്ടാൽ തന്നെ അറിയാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പല്ലവി ഇങ്ങനെ പറയുകയാണ്, അതെങ്ങനെയാ മനസ്സിലാക്കുക? അതൊക്കെ എന്താ പറയാ, പല്ലവിക്ക് അറിയോ? അതൊക്കെ എനിക്ക് പലതും അറിയാം. എങ്ങനെ എന്ന് ചോദിച്ചു. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഇപ്പൊ പറഞ്ഞാൽ എന്താ സീക്രട്ടാ എന്ന് പറഞ്ഞ പല്ലവി റൂമിലേക്ക് പോയി ഹരിയോട് ചോദിക്കുകയാണ്, ഹരി നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോടാ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സേതുവേട്ടാ, ഒരു ദേഷ്യവും ഇല്ല എന്ന് പറഞ്ഞു. ഒരു ദേഷ്യം വേണ്ട കേട്ടോ എന്നൊക്കെ മട്ടിൽ പറഞ്ഞിട്ട് സേതു പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് ആള് ഭയങ്കര ചിന്തയിൽ ഇങ്ങനെ കിണറ്റിന്റെ കരയിൽ പോയി നിൽക്കുകയാണ്. എന്താ സേതുവേട്ടാ, കിണറ്റി ചാടാനാണോ എന്നിങ്ങനെ പല്ലവി ചോദിച്ചു. ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നൊരു തോന്നൽ. എന്താ വീണ്ടും അങ്ങനെ? അല്ല, ഹരിയുടെ മുഖം കണ്ടില്ലേ, അവന്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു സന്തോഷമില്ലാന്ന്? എന്റെ പൊന്ന് സേതുവേട്ടാ, അവരുടെ ജീവിതത്തില് അവര് ഭയങ്കര ഹാപ്പിയാ. അത് സേതുവേട്ടന് തോന്നുന്നതാ. പിന്നെ പല്ലവിക്ക് അങ്ങനെ മനസ്സിലായി. അതൊക്കെ അവരുടെ ആ ഒരു നമ്മുടെ ശരീരഭാഷയൊക്കെ കണ്ടാല് നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് അതിനൊരു കഴിവുണ്ടെന്ന് കൂട്ടിക്കോ. ഇന്നലെ അവരുടെ എന്താ പറയാ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ ശാന്തി മുഹൂർത്തമായിരുന്നു എന്ന് പറഞ്ഞ എന്താ എന്ന് ചോദിച്ചു. എന്റെ പൊന്നോ, ഇതുപോലൊരു മണ്ടൻ ഞാൻ എങ്ങനെയാ പറയുക? അവര് രണ്ടുപേരുടെ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു എന്നാ പറഞ്ഞത്. ആയിരിക്കുവോ? അതേന്നെ, രണ്ടുപേരും വളരെ സന്തോഷത്തിൽ തന്നെയാ ജീവിതം തുടങ്ങിയിരിക്കുന്നത്, ഒരു സംശയവും ഇല്ല എന്നിങ്ങനെ പറയണം. ജീവിച്ചാ മതിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ കാരണം അച്ഛൻ്റെ ജീവിതം നശിച്ചാല് ഹരി അച്ഛനെ പൊന്നുപോലെ നോക്കില്ലേ? അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതി എന്ന് മാത്രമേ നമ്മുടെ സേതുവിന് ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണെന്നാണോ പറയണത് എന്ന് ചോദിച്ചു. അതേന്നേ, സന്തോഷത്തിൽ തന്നെയാ. ബേബി ചേച്ചിയോട് ഞാൻ ചോദിച്ചു. ബേബി ചേച്ചിയും ഞാൻ പറഞ്ഞ കാര്യം തന്നെയാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ ആ പൂർണിമാമയുടെ മനസ്സ് മാറുന്നേ, എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു. അത് മാറിയാൽ മതിയായിരുന്നു, അവര് സന്തോഷമായിട്ടൊന്ന് ജീവിച്ചാൽ മതിയായിരുന്നു. അപ്പം ദേണ്ട കെൻറ്റി വീണ്ടും നോക്കി നിൽക്കാട്ടോ. അപ്പം എന്താ കെൻറ്റി ചാടണ്ടല്ലേ? കൊല്ലും ഞാൻ. പിന്നെ എനിക്ക് ആരാ ഉള്ളത്? എൻ്റെ കൂടെ എപ്പോഴും കാണണം എന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് പോയി. അപ്പം നല്ല റൊമാൻറ്റിക് ആയിട്ട് സേതുവും പല്ലവി ഇങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.